തൃശൂർ വിയ്യൂരിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ ഇപ്പോഴും കാണാമറയത്താണ്. ഒരു രാത്രിയും 2 പകലും പിന്നിടുമ്പോഴും പ്രതി എവിടെയെന്നതിൽ പോലീസിന് വ്യക്തമായ ഉത്തരമില്ല. ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കേരള പോലീസ്. അതുകൊണ്ട് അന്വേഷണം അവിടേക്കും വ്യാപിപ്പിക്കുകയാണ്. വിയ്യൂരിൽ നിന്ന് കാണാതായ സ്കൂട്ടർ ബാലമുരുകൻ മോഷ്ടിച്ചതാണോ എന്ന സംശയവും ബലപ്പെടുകയാണ്. ഇതിനിടെ തമിഴ്നാട് പോലീസിന്റെ സുരക്ഷാ വീഴ്ച വെളിവാക്കുന്ന CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തുവന്നു. ഇന്നത്തെ ബിഗ് സ്റ്റോറിയും ബാലമുരുകൻ തന്നെ. കൊടും കുറ്റവാളിയായ ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ട് 1.5 ദിവസം പിന്നിടുമ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ബാലമുരുകൻ എവിടെയെന്നോ എങ്ങോട്ട് പോയി എന്നോ ഒരു സൂചനയും പോലീസിനില്ല. ഉറപ്പിക്കാവുന്ന ഒരു തെളിവും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ബാലമുരുകനെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ മാത്രമാണ് പോലീസിനുള്ളത്. ബാലമുരുകനും തമിഴ്നാട് പോലീസ് സംഘവും ഭക്ഷണം കഴിക്കാൻ കയറിയ ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ തമിഴ്നാട് പോലീസിന്റെ വീഴ്ച വ്യക്തമാണ്. കൊടും കുറ്റവാളിയായ ബാലമുരുകന് കൈവിലങ്ങില്ലാതെ സ്വതന്ത്രനായി സഞ്ചരിക്കാൻ വിട്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വിയ്യൂരെത്തുന്നതുവരെ ഈ കൈവിലങ്ങ് പൂട്ടാൻ തമിഴ്നാട് പോലീസ് തയ്യാറായിട്ടില്ല. ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന്റെ പങ്ക് സംശയാസ്പദമാണ്. ബാലമുരുകൻ രക്ഷപ്പെട്ട പ്രദേശത്തിന് 1/2 കിലോമീറ്റർ മാത്രം മാറി ഇന്നലെ രാത്രി നടന്ന സ്കൂട്ടർ മോഷണത്തെക്കുറിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. സ്കൂട്ടർ മോഷണത്തിന് പിന്നിൽ ബാലമുരുകനാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. ഇത് തെളിയിക്കുന്നതിനായി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അത് പരിശോധിച്ചുറപ്പിക്കുകയാണ് പോലീസ് നിലവിലുള്ളത്. 1 വർഷം മുൻപ് ബാലമുരുകൻ രക്ഷപ്പെട്ടപ്പോൾ ഇതേ പ്രദേശത്തിന് സമീപത്ത് നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത്. ഈ ബൈക്കിലാണ് ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് കടന്നതും. ഞാൻ കാലത്ത് 6 മണിക്കാണ് അറിയുന്നത്. രാത്രി 11 മണി വരെ വീട്ടിൽ ലേറ്റ് ഉണ്ടായിരുന്നു. അതുവരെ പോയിണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതേ റൂട്ടിൽ നിന്ന് തന്നെ പണ്ട് ബാലമുരുകൻ ഒരു സ്കൂട്ടർ പണ്ട് 1 വർഷം മുമ്പ് പോയിട്ട് പിടിക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈറ്റ് ഫീൽഡ് കോളനി ഉണ്ട്. ആ വൈറ്റ് ഫീൽഡ് കോളനിയിൽ ഇന്നലെ രാത്രി ഇതേപോലെ ഒരു സ്കൂട്ടർ ആരോ എടുക്കാൻ നോക്കി. ബാലമുരുകനാണെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മളുടെ ഒരു അനുമാനങ്ങളാണ്. അപ്പോൾ വീട്ടുകാരെ അറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് രാത്രി 12 മണി വരെ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റ് ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹമായിരിക്കാമെന്ന് അനുമാനിക്കുന്നു. നമുക്ക് പറയാൻ കഴിയില്ല. ഈ വാഹനത്തിനകത്ത് എത്രത്തോളം പെട്രോൾ ഉണ്ടായിരുന്നു? എത്ര ദൂരം യാത്ര ചെയ്യാൻ കഴിയും? 200 രൂപയുടെ പെട്രോൾ ഉണ്ട്. ഏറ്റവും ഒടുവിൽ 200 രൂപയുടെ പെട്രോൾ ഉണ്ട്. പിന്നെ താക്കോൽ അതുമിന് ഉണ്ടായിരുന്നു. ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റീൽ ബേഡ് ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? ഇല്ല ഒന്നുമില്ല. ബൈക്ക് മാത്രമായിട്ട് എടുത്തിരിക്കും? ആ ബൈക്കല്ല, ആക്റ്റീവ സ്കൂട്ടർ മാത്രമായിട്ട് എടുത്തു? അത്ര തന്നെ. തൃശ്ശൂരിൽ നിന്ന് ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്നുള്ള സംശയത്തിലാണ് പോലീസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ പരിശോധന നടത്താനാണ് നിലവിലെ തീരുമാനം. ഇതിനായി കേരള പോലീസിൻ്റെ ഒരു സംഘം പൊള്ളാച്ചിയിലേക്ക് ഉടനെ യാത്ര തിരിക്കും. തെങ്കാശിയിലും തമിഴ്നാട് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കേരളത്തിലെ പരിശോധനയിലും തമിഴ്നാട് പോലീസിൻ്റെ ഒരു സംഘം കേരള പോലീസിന് ഒപ്പമുണ്ട്.
കൊലപാതകമടക്കം 54 ക്രിമിനൽ കേസുകൾ. കൊടും കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെടുമ്പോൾ ജനങ്ങൾ കരുതിയിരിക്കണം. ബാലമുരുകൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് സംശയങ്ങളല്ലാതെ ഉറപ്പിക്കാവുന്ന ഒരു തെളിവ് പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷിക്കുകയാണ്, ഇരുട്ടിലാണെന്ന് മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.